ഉണ്ടാക്കിയ കേസാണ്. അത് നിയമപരമായും രാഷ്ട്രീയമായും എല്ലാ പ്രതികളും പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. അത് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണ് ആ പ്രതികൾ പുറത്തേക്ക് പോയത്. ആത്യന്തികമായി ഇതിലെ രാഷ്ട്രീയ പോരിനൊക്കെ അപ്പുറം ഭഗവാന്റെ സ്വത്തുകെട്ട കേസിലെ ഒരുപാട് ഭക്തരെ മുറിവേൽപ്പിച്ച ഒരു കേസ് കൂടിയാണ്. കേവലം മോഷണ കേസ് മാത്രമല്ല, അതിന്റെ പ്രതികൾ എപ്പോൾ നിയമത്തിന് മുന്നിൽ വരും, ശിക്ഷിക്കപ്പെടും എന്ന് ആ ഭക്തർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അലക്സാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലുള്ള സ്വത്ത് വിവരങ്ങളുടെ ഡിജിറ്റലൈസേഷന് സർക്കാർ നൽകിയ ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറയുന്നു ക്ഷേത്ര ഭരണസമിതി. പത്മനാഭസ്വാമി ക്ഷേത്രം വിവരാവകാശ നിയമത്തിന് പുറത്തൊന്നും ഫണ്ടിന്റെ കണക്ക് നൽകാനാവില്ലെന്നുമാണ് വിശദീകരണം. അതേസമയം എല്ലാത്തിനും സുതാര്യത വേണം എന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. കാരണം ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ല, ആരാണെങ്കിലും. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടെ പരിശോധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടാണ് അഭിപ്രായം ഗവൺമെൻറ് ചോദിച്ചത്. അവരുടെ അഭിപ്രായം ആണ് പത്രത്തിൽ ടി വിയിലൊക്കെ കണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ അന്വേഷണം നടത്താതിരിക്കില്ല. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ആലോചിച്ച് അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിക്കും. എല്ലാം സുതാര്യമായിരിക്കണം. സർക്കാരിൻ്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. അതിൻ്റെ റിപ്പോർട്ട് ഇനി ക്ഷേത്രം തന്നില്ലെങ്കിലും ഗവൺമെൻറ് അതിൻ്റെ കണക്ക് ഞങ്ങൾ പുറത്തു പോകും. വിനേഷ് കുമാർ വിവരണം ചെയ്യുന്നു. വിനേഷ്, അതങ്ങനെ എന്താണ്, അതിന്റെ ഏതെങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ടോ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള കണക്കല്ല. നികുതി പണത്തിൽ നിന്ന് കൊടുത്ത അവിടുത്തെ കാര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ചെയ്ത ഒരു നടപടിക്രമത്തിന് എത്ര ഫണ്ട് ചിലവായി എന്ന് പറയാനുള്ള പ്രശ്നം എന്താണ് വിനേഷ്? ഹാഷ്മി, ഈ വിവരാവകാശ പ്രവർത്തകനായ ഗോവിന്ദൻ നമ്പൂതിരിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ അപേക്ഷ നൽകുന്നത്. ഇത് നൽകുന്നതാകട്ടെ ദേവസ്വം ബോർഡ് റവന്യൂ വിഭാഗത്തിനാണ് നൽകുന്നത്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ ഡിജിറ്റലൈസേഷന് വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര രൂപയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. റവന്യൂ വിഭാഗം ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്ക് ഫോർവേഡ് ചെയ്യാനുണ്ടായത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവരം ലഭിച്ചിട്ടുള്ളത്. അതായത് 2016 മുതൽ 2026 വരെ 10 വർഷക്കാലം എത്ര രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചു ഈ ക്ഷേത്രത്തിന് ഈ ഒരു ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നായിരുന്നു ആവശ്യം. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഭരണസമിതി പറയുന്നത് ഇത് ഒരിക്കലും ഈ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിക്കുന്ന ഒരു ഭരണസമിതിയാണെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ഒരു കണക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിവരാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. എല്ലാ സംവിധാനങ്ങളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഈ ക്ഷേത്രവും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലെങ്കിൽ പോലും സർക്കാരിൽ നിന്ന് ഇത്തരത്തിൽ ഫണ്ട് വാങ്ങുന്ന ഒരു ഭരണസമിതി ആ ഫണ്ട് എത്ര എന്നുള്ള കണക്ക് പറയാൻ ബാധ്യസ്ഥമാണ് എന്ന് തന്നെയാണ് വിവരാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. ഈ ഗോവിന്ദൻ നമ്പൂരി ചൂണ്ടിക്കാണിക്കുന്ന വിഷയവും അത് തന്നെയാണ്. കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടത് ക്ഷേത്രത്തിലല്ല അദ്ദേഹം വിവരാവകാശം കൊടുത്തിരിക്കുന്നത്, ക്ഷേത്ര ഭരണസമിതിക്കല്ല കൊടുത്തിരിക്കുന്നത്, മറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ റവന്യൂ വിഭാഗത്തിനാണ് കൊടുത്തിരിക്കുന്നത്. റവന്യൂ വിഭാഗമാണ് ഇത്തരത്തിൽ ഇത് ഫോർവേഡ് ചെയ്യുകയും പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിക്ക് ഫോർവേഡ് ചെയ്യും. അവരാണിപ്പോൾ ഇത് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇത് എന്തായാലും ഇതിനൊരു സുതാര്യത വേണമെന്നാണ് നമ്മുടെ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ പറയുന്നത്. നമുക്കറിയാം, അവിടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണാതാവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിനൊന്നും കുറിച്ച് കൃത്യമായി പോലീസിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും ഭരണസമിതി തള്ളുന്നതും നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ ഒരു രൂപ പോലും ഒരു പൊതു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ പണം ശേഖരിക്കുന്ന ഒരു അത് ക്ഷേത്രമാണെങ്കിലും മറ്റെന്താണെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് അവിടെ ഉപയോഗിക്കുന്ന ഫണ്ടിനെ കുറിച്ചും അവിടെ സർക്കാരിൻ്റെ നികുതി പണത്തിൽ നിന്ന് വരുന്ന ഫണ്ടിനെ കുറിച്ചും അറിയാനുള്ള താല്പര്യമുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.